എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. അടുക്കളക്കാരിൽ നിന്നാ. ഇന്ന് ഈസ്റ്ററാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ പിടിക്കുന്ന ദിവസം ഈസ്റ്ററാണ്. ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ ചിലപ്പോൾ ഈസ്റ്റർ ആയിരിക്കും. പക്ഷേ ഈസ്റ്ററിന്റെ പ്രത്യേക ദിവസത്തിൽ ഒരു അടിപൊളി പ്രത്യേക റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഗ്രിൽ ചിക്കൻ. ഈ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാൻ കാരണം ആൾക്കാർ പൊതുവെ പറയും ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കുന്നത് വിന്റർ സീസണിലാണ്. കാരണം തണുപ്പൊക്കെ അടിച്ച് കുറച്ച് കൂടുതൽ കൊണ്ടിരിക്കാം. അത് നല്ലതാണ്. പക്ഷേ എനിക്ക് ഈ അടുത്ത ദിവസം ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു ഗ്രില്ല് സെറ്റ് കിട്ടി. ഇതായിരിക്കുന്നു. ഇതാണ് ഒരു ചെറിയ ഗ്രിൽ സെറ്റ്. അത്യാവശ്യം ഒരു 10-20 പീസ് ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതങ്ങനെ ഒരു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ലാഭകരമായിട്ട് കിട്ടി. അപ്പോൾ അത് ഞാൻ കൈയോടെ മേടിച്ചു. അപ്പം എൻ്റെ കയ്യിലുള്ള ഗ്രിൽ സെറ്റ് പോയായിരുന്നു. അപ്പോൾ അങ്ങനെ മേടിച്ചു. അപ്പോൾ അതിന് ഇന്ന് ഉദ്ഘാടനം ചെയ്തേക്കാൻ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു കുഞ്ഞു കൂട്ടുകാരിയുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരെന്താണ്? ജൂവൽ. ഇത് ജൂവലാണ്. നമ്മുടെ ജെയിംസ് ചായൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കൂല്ലേ? അപ്പോൾ ഇത് ചിക്കന് ഇതിങ്ങനെ പീസാക്കിയിട്ട് ഇത് ഈ ഒരു വലിപ്പത്തിൽ പീസാക്കിയാൽ മതി. എല്ലാം നമ്മൾ ഈ കമ്പിയിൽ കോർത്ത് വെക്കുന്നതുകൊണ്ട് പീസിന് വലിപ്പം പ്രശ്നമില്ല. ഇത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചി ഗാർലിക് പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതായിട്ട് കൊടുക്കുന്നു. ഈ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അതിൻ്റെ ആ ഒരു കൂട്ടെന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളതാണ്. മുളക് കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് നോക്കിക്കോണം. നിങ്ങളത് നോക്കിക്കോണം അതിൻ്റെ എങ്ങനെയാണ്. ഇനി വേണ്ടത് മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലിക്ക് മറ്റ് സാധാരണ മുളക് പൊടിയാണ് ഇടാം. ഇത് മതി. ഇനി വേണ്ടത് കോൺഫ്ലവർ പൗഡറാണ് കേട്ടോ. ഇത് ഈ മസാലയെല്ലാം ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ മസാലയെല്ലാം അവിടെ ചിക്കനിലേക്ക് ശരിക്കും പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ചിട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി വേണ്ടത് കുരുമുളക് പൊടി. ഇത് കുരുമുളക് പൊടിയുണ്ട്. അതൊരു നിങ്ങൾ എരിവൊക്കെ കൂട്ടി ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അതനുസരിച്ച് കൂട്ടിയിടുക. ഇനി പിള്ളേർക്കൊക്കെ കൊടുക്കാൻ ആണെങ്കിൽ അതനുസരിച്ച് കുറച്ചിട്ടാൽ മതി. നമ്മളിപ്പോൾ ഇത്ര ഇട്ടിട്ടുണ്ട്. കുറച്ച് എരിവ് ഉണ്ടാക്കി തന്നെയാണ്. ഇവിടെ അച്ചായനല്ലേ, അച്ചായന്മാർക്ക് കുറച്ച് എരിവ് വേണം. അപ്പോൾ കുറച്ച് എരിവ് ഇരുന്നോട്ടെ. ഇനി നമ്മൾ വേണ്ടത് ഇത് ഫുഡ് കളറാണ് കേട്ടോ. ഈ ഫുഡ് ഗ്രേഡ് കളറാണ്. നമ്മൾ കുറച്ച് ഇടുവാണ്. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇടുന്നത് നമ്മുടെ ഗ്രിൽ ചിക്കൻ നല്ലൊരു ചുവന്ന കളറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പേടിക്കണ്ട, ഇത് അല്പം ഇട്ടാൽ മതി. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അത്ര ഇട്ടുള്ളൂ. ഇനി നാരങ്ങ. നിനക്ക് നാരങ്ങ മുറിക്കാൻ അറിയാമോ? അറിയില്ല? കട്ട് ചെയ്ത് നോക്കിയേ, പഠിപ്പിക്കാം. വെരി ഗുഡ്. ജൂവല് നാരങ്ങ കട്ട് ചെയ്തിട്ടുണ്ട്. നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9 കയറിയോ? ആര് പറഞ്ഞിട്ട് കയറിയത്? നാളെ റിസൾട്ട് വരുള്ളൂ. പക്ഷെ ഇപ്പോഴേ കയറിയെന്ന് പറയുന്നുണ്ട്. നമ്മൾ നാരങ്ങയും പിഴിഞ്ഞ് ഒഴിച്ചിരിക്കുന്നു. അടുത്ത പീസ് പറയാം. നാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഈ ചിക്കൻ പീസുകൾ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 സ്പൂൺ തൈര്, നല്ല കട്ടത്തൈര് ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഈ തൈരും നാരങ്ങയും അത് ചിക്കൻ പീസ് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അത് തീർച്ചയായിട്ടും വേണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. നമ്മൾ ചിക്കൻ ഇത്രയും ഈ മാരിനേറ്റ് സമയത്ത് ഇതെല്ലാം കുഴച്ച് വെക്കുന്ന പരിപാടിക്കാണ് മാരിനേറ്റ് ചെയ്ത് വരുന്നത്. ഈ മാരിനേറ്റ് ചെയ്യുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആകാനായിട്ട് ഈ 2 സാധനങ്ങൾ മസ്റ്റായിട്ട് ചേർത്തിരിക്കണം. ഇനി ഒരു ചെറിയ സാധനം ചേർക്കാനുണ്ട്, സോയാ സോസ്. ഈ സോയാ സോസിന് ഒരു പ്രത്യേക ഗന്ധമാണ്. അപ്പോൾ അതൊരു ശകലം ചേർത്ത് കൊടുക്കാം. കുറച്ച് എന്തോരം ചേർക്കണം? ഇച്ചിരി മതി. അവർക്ക് സോയാ സോസ് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ശകലം ചേർക്കാം നമുക്ക്. ഇത്രയേ ഉള്ളൂ. ഏകദേശം ഒരു ടീസ്പൂൺ അത്രയും ചേർത്താൽ മതി. ഡാർക്ക് സോയാ സോസാണ് ഏറ്റവും നല്ലത്. എടി, നിന്റെ ഈ ജൂവൽ എന്നുള്ള പേരിടാൻ കാരണം എന്നാ? നിനക്ക് സ്വർണ്ണം ഭയങ്കര ഇഷ്ടമാണോ? അവൾക്ക് സ്വർണ്ണം ഇഷ്ടം, പക്ഷെ അവളുടെ പേര് ജൂവൽ എന്ന്. നമുക്കിത് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം ഇഞ്ചിയുടെ പേസ്റ്റും ചിക്കൻ്റെ കഷ്ണങ്ങളും
എല്ലാം കൂടെ നന്നായിട്ട് നല്ല കളറിൽ വരും. നമ്മൾ കളർ ശകലം ചേർത്തുള്ളൂ. പിന്നെ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ടത് ഉണ്ടോ, ഈ ഒരു പരുവത്ത് നിൽക്കണം. നമ്മുടെ ജെയിംസ് അച്ചായൻ്റെ ചേച്ചിയുടെ ഇഡ്ഡലി പാത്രം ആയത് കേട്ടോ ഞാൻ കട്ടോണ്ട് വന്ന. ശരിക്കും പറഞ്ഞാൽ വേറെ പാത്രം ഞാൻ കൊണ്ടുവന്നില്ല. അപ്പം ഇന്ന് നമ്മുടെ വീട്ടിലല്ല, വേറെ വീട്ടിലാണ് ഈസ്റ്റർ ആഘോഷിക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇഡ്ഡലി പാത്രം കിട്ടി, അതെടുത്തോണ്ട് പോകുന്നു. ചേച്ചി നാളെ ഇഡ്ഡലി പാത്രം തപ്പുമായിരിക്കും, സാരമില്ല, നമുക്ക് ഇന്നത്തെ പരിപാടി കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കൻ പീസുകളെല്ലാം തിരുമ്മി തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ഒരു മണിക്കൂർ ഇരിക്കണം കേട്ടോ. അപ്പോൾ ആ പീസുകളൊക്കെ നന്നായിട്ട് മാനറ്റായിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഗ്രിൽ ചിക്കന് വേണ്ടിയിട്ട് കുറച്ച് സോസ് ഇതാണ് ചമ്മന്തി അല്ലേ, ചട്നി അല്ലെങ്കിൽ ഗ്രിൽ ചിക്കൻ മുക്കി കഴിക്കാനായിട്ട് ഒരു സാധനം വേണമല്ലോ. ചമ്മന്തിന്നോ ചമ്മന്തിന്നോ സോസ് എന്ത് വേണം പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ സിമ്പിളായിട്ടാണ്. കുറച്ച് മല്ലിയിലയാണ്. അപ്പോൾ മല്ലിയില നമുക്കൊരു പിടി ഇടുക. പിന്നെ പുതിനയില വളരെ നല്ലതാണ് ശരീരത്തിന്. പുതിന, മിൻറ്റ് ലീഫ്, പിന്നെ ഇതാ പച്ചമുളക് ചുമ്മാ വെറുതെ ചന്നം പിന്നെ അരിഞ്ഞിട്ടാൽ മതി. അത് പ്രത്യേക ഷേപ്പ് ഒന്നും പറയാം, അരഞ്ഞു പോകാനുള്ളത്. അതുകൊണ്ട് ഷേപ്പിൻ്റെ ആവശ്യമില്ല, അത് മുറിഞ്ഞ് വരാനായിട്ട്. പച്ചമുളക് എരിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവ് വേണം കുറച്ച്, എന്നാലേ അതിൻ്റെ ഒരു സെറ്റപ്പ് ഉള്ളൂ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും മതിയാവും. അതും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പീസാക്കിയാണ്, കാരണം ഇത് മിക്സിയിൽ അരയാനുള്ളതാണ്. ഇത് മിക്സി ജാറിലേക്ക് ഇടുക. നമുക്കിത് അരയ്ക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ഇതാ അരച്ചോ. അപ്പോൾ അത് അരച്ച് വരുന്ന സമയത്ത് നമുക്ക് വേണ്ടത് സവോളയാണ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് വെളുത്ത സവോളയാണ്. ഈ വെളുത്ത സവോള വെച്ചാൽ നമ്മളിങ്ങനെ രണ്ടായിട്ട് മുറിക്കുക. നിങ്ങൾ വെളുത്ത സവോള ഇല്ലെങ്കിൽ സാധാരണ സവോള മതി. വെളുത്താണെങ്കിൽ അതിൻ്റെ ഒരു ഗെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഈസ്റ്ററൊക്കെ അല്ലേ, കുറച്ച് ഭംഗിയായിരുന്നോട്ടെ. ഇത് എന്നിട്ട് ഈ പുറത്തെ തൊലി അങ്ങോട്ട് പൊളിച്ച് കളയാം. ചെറിയൊരു തൊലി ഉണ്ടാവുള്ളൂ. അതുപോലെ അടുത്ത് രാവിലെ കൈയൊന്ന് മുറിഞ്ഞു, ഈ ചെറുതായിട്ട് കത്തി കൊണ്ട് മുറിഞ്ഞതാണ്. അതുകൊണ്ട് ബാൻഡേ പിടിച്ചുകൊണ്ട് ചെറിയൊരു ഫ്ലോ പ്രശ്നമുണ്ട്, സാരമില്ല. ഇനി നമ്മളിത് അരിയല്ല ചെയ്യുന്നത്. ഇനി ചെയ്യേണ്ടത്, നമ്മളിത് ഗ്രില്ല് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ പൊളിച്ചെടുക്കുക. ഇങ്ങനെ തന്നെ പൊളിച്ച് വലുതാക്കി എടുക്കുക. ഇതുപോലെ പൊളിച്ചെടുക്കുക. ഇതാണ് നമ്മൾ സവോള ഇതുപോലെ എതളുകൾ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ക്യാപ്സിക്കം അത് മുറിക്കുക. അതിൻ്റെ ഈ ഞെട്ടൊക്കെ കളയുക. എന്നിട്ട് ഇതുപോലെ വലിയ പീസുകളായിട്ട് മാറ്റി വെക്കുക. നമുക്ക് 2 ക്യാപ്സിക്കം എടുക്കാം. ഇനി നമുക്ക് ടൊമാറ്റോയാണ് കേട്ടോ. തക്കാളി ഫ്രഷ് തക്കാളിയാണ്, ഫാമിൽ നിന്ന് മേടിച്ചിട്ട് വന്നതാണ്. ഇത് ചെറിയ തക്കാളി കൊണ്ട് രണ്ടായിട്ട് തന്നെ ഇരുന്നാൽ മതി. അല്ല, ഞാൻ നടുവം മുറിക്കാം, സാരമില്ല. ഇത് ചെറുതാണ്, അപ്പോൾ ഇത് നമുക്ക് രണ്ടായിട്ട് വെച്ചാൽ മതി. ഇതുപോലെ 2 പീസാക്കുക. ഇവിടെ നമുക്ക് 3 പീസാക്കാം, 4 പീസാക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ മുമ്പേ അരയ്ക്കാൻ കൊടുത്ത സാധനം ബഹുമാനപ്പെട്ട ജെയിംസ് ചേട്ടൻ്റെ ഭാര്യ അരച്ചു തന്നിട്ടുണ്ട് കേട്ടോ. സുബീന അദ്ദേഹത്തിൻ്റെ പേര്. സുബി മാഡം അരച്ചു തന്നിട്ടുണ്ട്. ഇത് പുതിനയിലയും മല്ലിയിലയാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ കഴിക്കാൻ പറ്റില്ല. അതിനേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇത്രയും മതിയാവും. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് തൈര്, നമുക്ക് ഇളക്കി നോക്കാം. കുറച്ചുകൂടെ വേണം, അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കളറിൽ വരണം. തൈരിൻ്റെയും നമ്മുടെ പച്ച ഇലയുടെ എല്ലാം കൂടെ
കുറച്ചുകൂടെ തൈര് ഒഴിക്കാം. ഇപ്പം കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളി ഡിപ്പ് തയ്യാറായിട്ടുണ്ട്. ഈ സാധനമാണ് ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് നമ്മൾ മുക്കി അടിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ് കൂട്ടുകാരെ. ഗ്രിൽ സെറ്റാണിത്. ഇത് ഗ്രില്ലിൻ്റെ ഒരു പുതിയ സെറ്റ് മേടിച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ്. ഇത് അതിൻ്റെ റോഡുകളാണ്. നമ്മൾ ചിക്കന് ഇതിലാണ് കോർത്ത് വയ്ക്കുന്നത്. ഇതിനെ തൽക്കാലം നമ്മൾ മാറ്റി വയ്ക്കാം. ഇത് കരിക്കൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. ഇത് 3 കിലോ കരിയാണ്. 3 കിലോ കരിക്ക് 1 കിലോ 70 രൂപയാണ് ഇവിടെ വില. അത്ര വില ഉണ്ടോ എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. കാരണം നാട്ടിലൊക്കെ പണ്ട് കരി എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ട സാധനമല്ലേ. അപ്പോൾ നമ്മൾ കരി ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ഇതിന് ഈ ഗ്രില്ലിന് ഈ താഴെ ഒരു ചേമ്പറുണ്ട്, അതൊരു മുറി അറയുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ ചാരങ്ങളെല്ലാം വീഴും. ആ ചാരങ്ങൾ ഇതുവഴിയാണ് എടുക്കുക. ഇതിൻ്റെ എയറൊക്കെ അടിച്ച് കയറ്റാനായിട്ട് നമ്മൾ വീശുമ്പോഴേ കാറ്റ് കയറാനായിട്ട് ഇത് തുറന്നിടണം. അപ്പോൾ ഈ ഇതുവഴി എയർ കയറിയിട്ടാണ് ഇതിൻ്റെ തീ കത്തുക. അപ്പോൾ അത് തുറന്നിടുകയാണോ ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ ചാരം കളയാനും നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലെ ഫ്ലാറ്റിലൊക്കെ ഗ്രില്ല് ചെയ്യാന്ന് പറയുന്നത് ഒരു ശ്രമകരമായ ഒരു പരിപാടി തന്നെയാണ്. കാരണം നമുക്ക് ഓപ്പൺ എയർ ഇല്ല. പിന്നെ കരി എന്ന് പറയുന്നത് ഇങ്ങനെ ഇതുപോലെ ഒരു ചേമ്പറിലിട്ട് കത്തിക്കണം. മറ്റേതാണ് തുറസായ സ്ഥലത്ത് ഒരു എന്നാ പറയുന്ന ഒരു ക്യാമ്പ് പോലെ കത്തിച്ചിട്ട് ഓപ്പൺ എയർ കത്തിച്ചിട്ട് നമ്മൾ ചൂടാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ എന്നാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു ഇങ്ങനെ നിൽക്കുക. ഇത് കത്തിക്കണം. ഇത് കത്തിക്കണമെന്നുണ്ടെങ്കിൽ നോക്കട്ടെ. ഞാൻ കുറച്ച് കർപ്പൂരം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കർപ്പൂരം വെച്ച് കത്തിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം പറ്റുമെന്ന്. കർപ്പൂരം ആണെങ്കിൽ അങ്ങ് നിന്ന് കത്തിക്കോളും. അപ്പോൾ കർപ്പൂരം താഴോട്ട് പോകാതിരിക്കാനായിട്ട് നമ്മൾ ഒരു ചിരട്ട പൂളുകൾ താഴെ വയ്ക്കുകയാണ്. അപ്പോൾ അതിലോട്ട് ആദ്യം ഒന്ന് കത്തിക്കോളും. അപ്പോൾ കർപ്പൂരം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, എന്നിട്ട് കത്തിക്കാം. ഇത് മതിയാവും. കത്തിച്ച് നോക്കാം. അച്ഛൻ പറഞ്ഞത് കാറ്റും ഇല്ല, അതുകൊണ്ട് പോകും ഉണ്ടോ. അപ്പോൾ കർപ്പൂരം കത്തി. ഇനി ഇതിലേക്ക് നമ്മൾ ഈ കരി അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. ആദ്യം തീ പിടിക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ ഈ തീക്കട്ടകൾ അല്ലെങ്കിൽ ഈ കനലിലുണ്ടല്ലോ കട്ടകൾ, മരക്കെട്ടുകൾ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് തീ അതിലോട്ട് പിടിച്ചോളും. ഇവിടെ തീ കത്തി വരുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, തീയായി വരണം, എന്നാലേ അത് കനലാണ്. ഇപ്പം കനലെല്ലാം നന്നായിട്ടായിട്ടുണ്ട്. നമുക്ക് ഇനി ചിക്കൻ്റെ പീസ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ഈ റോഡിലേക്ക് ചിക്കനോട്ട് കുത്തി കയറ്റുക. അതിന് ശേഷം നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ സവോള ഉണ്ടല്ലോ അന്ന് കുത്തി കൊടുക്കുക. അതിന് ശേഷം ഇത് ഒരു ക്യാപ്സിക്കം, ടൊമാറ്റോ, അതിന് ശേഷം ചിക്കൻ. അതിന് ശേഷം ഇതിങ്ങനെ അതൊരു ഭംഗിയായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇതുവരെ ഇങ്ങനെ കോർത്ത് കൊടുത്താൽ മതി. വെജിറ്റബിളൊക്കെ ഇങ്ങനെ കുത്തി കൊടുക്കുക. സവോളയും തക്കാളി ഇതൊന്ന് മതിയാന്ന് തോന്നുന്നു. നമുക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെക്കുക. നമ്മൾ ആദ്യം ചെയ്ത സ്റ്റെപ്പ് തന്നെ തിരിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം ഇട്ടുണ്ടല്ലോ തിരിച്ചു കൊടുക്കുക. ഇടയ്ക്കിൻ്റെ വീശി കൊടുക്കുക. അപ്പോൾ ഈ കനലിൽ ചൂടിലാണ് ഇത് വേകുന്നത്. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഗ്രില്ല് ചെയ്തിരിക്കുകയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല. ചെറിയതായിട്ട് കരിയൊക്കെ ചെയ്യും, അത് അതിൻ്റെ ഒരു ഭാഗമാണ്. ആ കനലിൽ ചൂടിലാണ് ഇതെല്ലാം വേകുന്നത് കേട്ടോ.
കുറച്ച് ബട്ടർ നമ്മൾ ചിക്കൻ്റെ മുകളിൽ തൂത്ത് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ബ്രഷൊന്നുമില്ല, ബ്രഷ് മേടിക്കാൻ മറന്നുപോയി. പെട്ടെന്നൊരു ഐഡിയ തോന്നിയാണ് ചകിരി, നമ്മുടെ തേങ്ങയുടെ ചകിരി ഉണ്ടല്ലോ, അതിങ്ങനെ ചകിരിയുടെ കുടുമി എടുത്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് നമ്മളിനി ബട്ടറിൽ മുക്കി തൂക്കുക. ബട്ടർ വരണം. ബട്ടർ എന്ത് ചെയ്യണം? ബട്ടർ വെക്കാനായിട്ട് ഇത് ഒരു പാത്രം ഇതുപോലെ വെക്കുക. വെക്കാതെ നമ്മളിവിടെ ഇങ്ങനെ മാറ്റി വെക്കുക. ഇനി നമ്മൾ ചകിരി ഉണ്ടല്ലോ, ഇതുകൊണ്ട് ഈ ബട്ടർ ഇങ്ങനെ തൂത്ത് കൊടുക്കുക. ബട്ടർ നിർബന്ധമാണ്. അപ്പം നമ്മുടെ ഗ്രിൽ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിനെ നമ്മൾ ഈ ഒരു പ്ലേറ്റിലേക്കാണ് വെക്കുന്നത്. ഈ പ്ലേറ്റ് എന്ന് പറയുന്നത് ലെറ്റസ് ആണിത്, ഒരു പങ്കിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഇതിനെ ഇങ്ങനെ കൊട്ടിയിടുക. വാവ്, ഓക്കെ. ഇന്ന് നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു സാധനമുണ്ട് കേട്ടോ, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയില്ലല്ലോ ഇത്. ആവൂ, നമ്മുടെ ഗ്രിൽ ചിക്കൻ തയ്യാറുണ്ട്. ഓ, ഇതിങ്ങനെ ഓ, ചൂട് കാരണം ഇരിക്കാൻ പറ്റില്ല, ചൂട്, ഭയങ്കര ചൂട്. ഭയങ്കര ടേസ്റ്റ് കേട്ടോ, ഭയങ്കര ടേസ്റ്റ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ അടിപൊളി ഗ്രിൽ ചിക്കൻ തയ്യാറുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ട് വന്നിട്ടുണ്ട്. സൈഡൊക്കെ മൊരിഞ്ഞിട്ട് ഓ ഒന്നും പറയണ്ട. ലെറ്റസിൻ്റെ മുകളിലേക്ക് വീഴുമ്പോഴത്തേക്ക് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഇതിനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്തിട്ട് അതെ നമ്മൾ ഡിപ്പിൽ മുക്കുക. മയണൈസ് ഉണ്ട് കേട്ടോ, കഴിച്ചാൽ മതി. കഴിക്കുന്നതിനൊരു കാര്യമുണ്ട്, നമ്മുടെ ചാനൽ അടുക്കളക്കാരന് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കഴിച്ചോട്ടെ, ബൈ.